2 വർഷം കൊണ്ട് 16,87,000 രൂപ. തിന്നു തീർത്തൊന്നും കണക്കിലെടുത്തിട്ടില്ല. വെട്ടിപ്പും തട്ടിപ്പും കടത്തിക്കൊണ്ട് പോക്കും ഒന്നും ചേർത്തിട്ടില്ല ഈ കണക്കില്. ശമ്പളം, കിമ്പളം, ആശുപത്രി ചെലവ്, വണ്ടി വാങ്ങിത്തന്നത്, വസ്ത്രാഭരണങ്ങള്, ഇത്രയൊക്കെ കൂട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയൊന്നും ചെലവാക്കിയിട്ടില്ല. നീ കണക്കെഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടാണോ നീ ഇല്ല ഇല്ല എന്ന് പറയുന്നേ? ഞാൻ കണക്കെഴുതി വെച്ചിട്ടുണ്ടടാ. അമ്മേ, ചേട്ടാ, വാ പോവാം. നമുക്കാരുടെയും കണക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നിൽക്ക്. ശരിക്ക് കേട്ടില്ല, ഒന്നുകൂടി പറഞ്ഞേ. ഇവിടെ ഒരടി നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറണമെങ്കിൽ എന്നോട് ചോദിക്കണം. എന്റെ വീട്ടിലാ നീ ഇപ്പോഴും കാല് ചവിട്ടി നിൽക്കുന്നോർത്തോ? നിൽക്കുന്ന നിൽപ്പിൽ നിന്റെ 2 കാലും ആണിയടിച്ച് തറയിൽ ഉറപ്പിക്കും ഞാൻ. ഇനി പിണങ്ങിയാലുള്ള നഷ്ടം. എന്നെ ചതിച്ചു കൊല്ലാൻ ബന്ദിപ്പൂര് പോയതിന്റെ ചെലവും എന്റെ പറ്റിലാ വരവ് വെച്ചിരിക്കുന്നേ. ഓഫീസിലെ ഡെയിലി എക്സ്പെൻസിന്റെ കൂട്ടത്തില് എഴുതി വെച്ചിട്ടുണ്ട്. ദേവരാജൻ ബന്ദിപ്പൂര് പോയ ദിവസത്തെ ചെലവ്. പുനല്ലൂരിലെ തോട്ടം നോക്കാൻ പോയിന്ന കണക്ക്. അത് പോട്ടെ, പിച്ച കണക്ക്. എന്നാലും എന്നെ കൊന്നതിന്റെ ചെലവ് എന്റെ പറ്റിൽ തന്നെ എഴുതി വെച്ചവന്റെ കൊലാബോധം അപാരം തന്നെ. പുനല്ലൂരിലെ തോട്ടത്തിൽ നിന്ന് 38 ലക്ഷം രൂപ റബ്ബർ വിറ്റതിന്റെ വരവിൽ അടിച്ചു മാറ്റിയത് എനിക്ക് നഷ്ടമോ ലാഭമോ? അതിൽ നിന്ന് 20 ലക്ഷം ഹരീഷിന് കൊടുത്തു. ബാക്കി 18 നിങ്ങൾ അറുമാദിച്ച് തീർത്തു. എന്റെ ഭാര്യയും മോളെയും പട്ടിണിക്കിട്ട് പീഡിപ്പിച്ചതിന് ഞാനൊരു കേസ് കൊടുത്ത അമേരിക്കയിലാണെങ്കിൽ നഷ്ടപരിഹാരം എത്ര കോടി തരണം? അവർക്കുണ്ടായ ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ഹരീഷ് എന്നെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തത്. ഞാൻ കഴിഞ്ഞ 4 മാസമായി അനുഭവിച്ച ശാരീരിക യാതനകള്, മാനസിക പീഡനങ്ങള്, ഇതിനൊക്കെ എത്ര കോടി രൂപ നഷ്ടം തന്നോടാ? നിന്നെ പോലുള്ള എച്ചിൽ നക്കികളുടെ സ്റ്റാറ്റസ് വെച്ചാൽ അത് കണക്കൂടണ്ടേ? നരേന്ദ്രൻ തമ്പി എന്ന ബിസിനസ്മാന്റെ സ്റ്റാറ്റസും വരുമാനത്തോന്നും നോക്കിയാ മനസ്സിലായോടാ? എന്നിട്ട് പോവാണെന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് ഇറങ്ങിപ്പോയാ എല്ലാം കൂടെ തീരൂടാ. എന്റെ കണക്ക് തീർക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്റെ കടങ്ങൾ നിങ്ങളുടെ പുറകെ വരും, എവിടെ പോയാലും ശരി. അതിന്റെ അർത്ഥം മനസ്സിലായോടാ? പുറകെ നടന്ന് ഞാൻ വേട്ടയാടും, വേരോടെ പിഴുതി ഞാൻ നശിപ്പിക്കും അമ്മയും മക്കളെയും. ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ നീ തിരിച്ചു വന്നത്? പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്റെ ഭാര്യയും മോളെയും പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ച നിങ്ങളെ, ബന്ദിപ്പൂരിൽ വെച്ച് എന്നെ ചതിച്ചു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത നിങ്ങളെ, എന്റെ പേരിൽ വ്യാജ വിൽപ്പത്രം ഉണ്ടാക്കി എന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ ശ്രമിച്ച നിങ്ങളെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? ഈ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും പാമ്പിനെ അതിന്റെ വാലയെ പിടിച്ച് മാളത്തിന്ന് വലിച്ചിറക്കുന്ന പോലെ നിങ്ങളെ ഞാൻ വലിച്ചു പുറത്തോട്ട് ചവിട്ടും. ഇപ്പൊ പോയിക്കോ. പോകാൻ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങി തിരിച്ചതല്ലേ? വാ പോകാം. നിൽക്ക്. ആ ബാഗെല്ലാം ഇങ്ങോട്ട് നിരത്തി വെക്കേ. എന്തിനാ? പറഞ്ഞതനുസരിച്ചാ മതി. നിരത്തി വെക്കേ.
നിങ്ങൾ ഇവിടെ നിന്ന് പലപ്പോഴും ബാഗും പെട്ടിയും മറ്റുമായിട്ട് പുറത്തു പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. പരിശോധിക്കാത്തത് നിങ്ങൾ സത്യസന്ധന്മാരാണെന്ന് വിചാരിച്ചിട്ടല്ല, പെങ്ങളും അവരുടെ മക്കളും അല്ലേ എടുത്തോട്ടെന്ന് കരുതിയിട്ട് തന്നെയാ. ഇപ്പൊ എനിക്ക് അങ്ങനെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ട കാര്യമില്ല. അമ്മോ, ഈ ബാഗെല്ലാം തുറന്നൊന്ന് പരിശോധിച്ചു വിട്. പറഞ്ഞത് കേട്ടില്ലേ? എയർപോർട്ടിലെ ചെക്കിംഗ് ആണെന്ന് കരുതിയാൽ മതി. നിങ്ങൾ ഈ രാജ്യം വിട്ട് പോവല്ലേ? കൊള്ളാം. കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള കള്ളക്കടത്ത്. എയർപോർട്ടിൽ നിന്നൊക്കെ കള്ളക്കടത്തുകാരെ പിടിക്കുമ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 100 തവണ കടത്തുമ്പോഴാ 1 തവണ പിടി കൊടുക്കുന്നതെന്ന്. നിങ്ങൾ ഇതിനു മുമ്പ് എത്ര തവണ കടത്തിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും മോഹിച്ചെടുത്തതല്ലേ, വാലിട്ടിട്ട് പോടാ. ഞങ്ങൾക്ക് വേണ്ട. വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എടുത്തത്? കൊണ്ടുപോടാ. എടുത്തോണ്ട് പോടാ. നോക്കി നിൽക്കാൻ എടുത്തോണ്ട് പോടാ.
ബാധയൊക്കെ പോയില്ലേ? ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു തൂത്ത് ചാണം വെള്ളം തളിക്കണം. ഞാൻ പറഞ്ഞതാ ചേട്ടനോട് എന്റെ വീട്ടിലേക്ക് പോവാന്ന്. അന്നേരം ഒരു ദുരഭിമാനം. ഡേയ്, അവിടെ ഒന്ന് ചുറ്റിത്തിരിയാതെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ സഹായിക്കടി. ആകെ വൃത്തിയുടെ കിടക്കുന്ന കണ്ടില്ലേ? ജയ, ആ താക്കോലിങ്ങിതാ. എന്നെ കൊണ്ട് വയ്യ. ഓ, നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാവടി. ടാക്സി ചാർജും കൊടുത്തേക്ക്. എത്രയായി? തന്നാ മതി, സാറിനറിയാലോ. എന്റെ അമ്മോ, ഇതിനകത്ത് എന്തുവാടി അമ്മിക്കല്ലോ. നീ കേറങ്ങോട്ട്. ഇവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുക. സൂക്ഷിച്ച് നോക്കിട്ട് കയറണേ, വല്ല തേളോ പാമ്പോ ഒക്കെ കാണും. ഇവിടെ വല്ല ജീവി ചത്ത ചീഞ്ഞ് കിടപ്പുണ്ടോ? വല്ല എലിയോ മറ്റോ ചത്ത് കിടപ്പുണ്ടായിരിക്കും. ഓ, ഇതെല്ലാമേ ഒന്ന് തൂത്ത് തുടച്ചെടുക്കണമെങ്കിൽ തന്നെ 2 ദിവസം വേണ്ടി വരും. എന്നോട് തൂക്കാനും തുടയ്ക്കാനും ഒന്നും പറഞ്ഞേക്കല്ലേ. എനിക്ക് അലർജി ഉള്ളതാ. പൊടിയടിച്ച പിന്നെ ശ്വാസം മുട്ടില്ല. ആ സൂക്കേട് എനിക്കും ഉണ്ട്. വേണ്ട, തൂക്കാൻ വേണ്ട, തുടയ്ക്കാൻ വേണ്ട. ആർക്കാ നിർബന്ധം? ഇങ്ങനെ തന്നെ കിടക്കട്ടെ. പട്ടി കിടക്കുന്ന പോലെ നമുക്ക് ഇവിടെ കിടക്കാം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എന്നെ കൊണ്ട് വയ്യ ഇവിടെ താമസിക്കാൻ. വലിയ കൊട്ടാരത്തിൽ നിന്ന് കുടിലേക്ക് വന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെ. നിന്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ അവിടെ തന്നെ അങ്ങ് ജീവിച്ചോണം. എന്നാലും വേണ്ടില്ല, ഇതിനേക്കാളും ഭേദം അത് തന്നെ. ഇടയ്ക്കിടയ്ക്ക് നിനക്കും അമ്മയ്ക്കും കൂടി ഇവിടെ വന്നൊന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി ഇട്ടൂടെ? അതെന്തിനാ? നിങ്ങൾ 2 വീരശൂര പരാക്രമികളും കൂടിയേ വലിയ സാമ്രാജ്യം പിടിച്ചടക്കുമ്പോ നമ്മളെന്തിനാ ഈ പഴഞ്ച വീട് തൂത്തു തുടയ്ക്കുന്നേ? എന്തൊക്കെയായിരുന്നു വീരവാദങ്ങള്. പുനലൂരിലെ റബ്ബർ എസ്റ്റേറ്റ്, തിരുനെൽവേലിയിലെ മാന്തോട്ടം, പത്തനംതിട്ടയിലെ കൊട്ടാരം പോലത്തെ വീട് എല്ലാം എവിടെ പോയി? ഒന്നും വേണ്ട, കൊള്ളാവുന്ന ഒരു വീട്, അല്ലെങ്കിൽ 10 സെന്റ് ഭൂമി, അതും അല്ലെങ്കിൽ ഇത്തിരി ബാങ്ക് ബാലൻസ്, ഒന്നുമില്ലല്ലോ. 5-6 മാസക്കാലം രാജ്യം ഭരിക്കാൻ കിട്ടിയിട്ടേ ചേട്ടൻ രാജാവിനും അനിയൻ രാജാവിനും വെറും കൈയോടെ ഇറങ്ങി പോരേണ്ടി വന്നില്ലേ? ഇത്രയെങ്കിലും ബുദ്ധിയും പഠിപ്പും ഉണ്ടായിരുന്നെങ്കിൽ ഒരു 50 ലക്ഷം രൂപയെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരുന്നേനെ. തീർന്നു നിന്റെ പ്രസംഗം? ഇല്ല, തീർന്നില്ല. എന്നാ ഇവിടെ നിർത്തിയേക്ക്, മതി. വലിയ കൊട്ടാരവും രാജ്യവും കാണിച്ചിട്ടല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. തമ്പിയങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീട്ടിലാണ് നമ്മൾ ജീവിച്ചത്. ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ ഉള്ള സൗകര്യത്തിൽ അങ്ങ് ജീവിച്ചാ മതി. എന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ നിന്റെ വീട്ടിൽ വന്ന അഗതികളെ പോലെ കിടക്കണോ ഞാനും ദേവനും? നിന്റെ വീട് കുറെ നേരമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. വേഗം പോയി വേഷം മാറിയിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ നോക്ക്. ഇനിയിപ്പൊ പഴയതുപോലെ അമ്മായിയമ്മ പോരും കൂടി തുടങ്ങുമായിരിക്കും. ആ, തുടങ്ങും. എന്റെ തലയിലെടുത്തന്നല്ലാതെ എന്ത് പറയാനാ? ഒരു ചാട്ടത്തിന് ഇങ്ങോട്ട് പോന്നു. എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. ചെലവ് കഴിയണ്ടേ? ഇത്രയും കാലം സുഖമായിരുന്നു. എന്റെ പേടി അതല്ല. നരേന്ദ്രൻ പുറകെ വന്ന് ദ്രോഹിക്കുന്നല്ലേ പറഞ്ഞത്. അവൻ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഒന്നും വേണ്ടായിരുന്നു. കാർ ആക്സിഡന്റ് ഡേറ്റ് ഓർമ്മയുണ്ടോ?
ആക്സിഡന്റിന്റെ വാർത്തയും ചിത്രമെല്ലാം ഈ പത്രത്തിലുണ്ട്. ദാ ഡേറ്റ് ഓഫ് ഇഷ്യൂ. പുനലൂരിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയും മകളും സഞ്ചരിച്ച കാർ പത്തനംതിട്ടയ്ക്ക് വരുമ്പോൾ മാർഗമധ്യ ആക്സിഡന്റ്. ഭാര്യയുടെ വലതുകാൽ ഒടിഞ്ഞു, മകൾക്ക് പരിക്ക്, ഡ്രൈവർ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നിലൊരു മർഡർ അറ്റംപ്റ്റ് ഉള്ളതായിട്ട് അന്ന് സംശയം തോന്നിയിരുന്നോ? അന്ന് സംശയിക്കത്തക്ക കാരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് എന്നെ കൊല്ലാനൊരു അറ്റംപ്റ്റ് നടന്നപ്പോഴാ ഇത് പുറത്തു വന്നത്. അപ്പോൾ അന്ന് പോലീസിൽ പരാതി ഒന്നും കൊടുത്തിരുന്നുമില്ല. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നു. അത് സാധാരണ പതിവുള്ളതാണല്ലോ. താങ്കളുടെ കൈവശം ഇപ്പോൾ വേണ്ടത്ര തെളിവുകളുണ്ടോ? ആ കൊട്ടേഷൻ ടീമിൽപ്പെട്ട ഒരാള് സത്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞതിന്റെ ഓഡിയോയും വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ അതൊന്നും ഒരു തെളിവല്ല. പക്ഷെ പോലീസിന് കേസെടുക്കാനും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും അത്രയും ധാരാളം മതിയാകും. അതിൽ കൂടുതലൊന്നും എനിക്കും താല്പര്യമില്ല. കോടതിയെ കൊണ്ട് അവരെ ശിക്ഷിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം ഞാൻ തന്നെ ശിക്ഷിക്കുന്നതാ. എന്റെ ശിക്ഷാവിധി അത്ര കഠിനമല്ലതാനും. ശരി, നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തേക്കും. നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കും ഡ്രൈവർക്കുമെതിരെ ഇന്ന സൈറ്റിൽ വെച്ച് ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നുവെന്നും അതിനിരയായി ഡ്രൈവർ മരിച്ചുവെന്നും കാണിച്ച് സംശയിക്കാനുള്ള കാരണങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതണം. വക്കീൽ സാറ് തന്നെ അതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്തെന്ന് ഉപകാരമായിരിക്കും. അതേതെങ്കിലും ഗുമസ്തന്മാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. സാറേ, എനിക്ക് സംഗതി പെർഫെക്റ്റ് ആയിരിക്കണം. പൈസ ഞാൻ എത്ര വേണമെങ്കിലും തരാം. വക്കീൽ സാറ് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യണം. ശരി, നിങ്ങളുടെ ഇഷ്ടം. നീ എന്താടാ അകത്തോട്ട് കയറി ഒളിക്കാൻ നോക്കുവാണോ? ഇവിടെ വാടാ. എവിടാ നിന്റെ ചേട്ടൻ? ഇങ്ങോട്ടിറങ്ങി വാടാ. എന്താ സർ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്കറിയില്ല അല്ലേ? നരേന്ദ്രൻ തമ്പിയെ തട്ടിക്കളയാൻ പ്ലാൻ ചെയ്തപ്പോ നീ ഇതൊന്നും ഓർത്തില്ലേ? ഈ നാട്ടിൽ നിയമമുണ്ടെന്നും അത് നടത്താൻ പോലീസ് ഉണ്ടെന്നും ഒക്കെ. സാറേ, ആ കേസിലല്ലേ ഞങ്ങളെ അറസ്റ്റ് ചെയ്തതും റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടച്ചതും. ഇപ്പോൾ ഞങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയതാ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. വേഗം പൊക്കോ. നിന്റെ ചേട്ട ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെടാ? ബാക്കിയാടി പോയി നോക്ക്. പുറകിൽ വാതിലുണ്ടോടാ? ഉണ്ട്. നിക്കടാ അവിടെ. നീ എന്താ ഒളിച്ചു കളിക്കാൻ നോക്കുന്നോ? എങ്ങോട്ടാ നീ പോകുന്നേ? നടക്കണേ ഇങ്ങോട്ട്. നടക്കടാ. എടാ, നീയൊക്കെ ഒരു തവണയല്ലല്ലോ നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ ശ്രമിച്ചത്. നീ എന്താ വിചാരിച്ചത്? ഒരാളെ 10 തവണ കൊല്ലാൻ ശ്രമിച്ചാ എല്ലാം കൂടി ചേർത്ത് ഒരു വധശ്രമത്തിന് മാത്രമേ കേസെടുക്കത്തുള്ളൂന്നോ? എടാ, 10 വധശ്രമത്തിന് 10 കേസാ. സാറേ, ഇവൻ പിൻവാതിൽ ചാടി കടന്നു കളയുമായിരുന്നു. ആഹാ, ഇങ്ങോട്ട് വാടാ. അപ്പൊ നിനക്ക് ഞാൻ വന്ന എന്തിനാണെന്ന് മനസ്സിലായി അല്ലേ? എന്നാ നീ ജീപ്പിലോട്ട് കയറ്, സമയം കളയണ്ട. സാറേ, ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന്. ഓഹോ, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ പോലീസിനെ കണ്ടപ്പോ ഓടിയത്? അത് പിന്നെ സാറേ, ആരെങ്കിലും വല്ല കള്ളക്കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ പിടി കൊടുക്കണ്ടല്ലോ എന്ന് കരുതി. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇത് കള്ളക്കേസൊന്നുമല്ല, നല്ല ഒന്നാന്തരം കേസാ. ഒഫൻസ് ഒക്കെ ഒറിജിനലാ. മക്കൾ രണ്ടുപേരും ചെന്ന് ജീപ്പിലോട്ട് കയറിയാട്ടെ. എന്താ സാറേ പ്രശ്നം? ഇവരെന്ത് തെറ്റാ ചെയ്തേ? ഇവരൊക്കെ കൂടി 2-3 തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഇവരുടെ അമ്മാവനെ അഥവാ നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ ശ്രമിച്ചു.
അതിന്റെ പേരിൽ അവരിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ സാറേ. അത് വേറൊരു കൊലപാതക ശ്രമമാ. ഇത് അതിനു മുമ്പത്തെ വേറൊരു കൊലപാതകം. കൊലപാതകമോ? ആരെ കൊന്നു? ഒരു ഡ്രൈവറെ. ചേച്ചിക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷേ യവന്മാർക്ക് നല്ല ഓർമ്മയുണ്ട്. സാർ അങ്ങനെ പറഞ്ഞ പോരാ. പോലീസുകാരെ കൊണ്ട് സഹി കെട്ടി നിൽക്കാൻ ഞങ്ങള്. ഞാൻ അറിയാത്ത കൊലപാതകം ഏതാ അതൊന്നും അറിയട്ടെ. ആഹാ, അപ്പം ബാക്കിയുള്ള കൊലപാതകങ്ങളെല്ലാം അറിയാം. അമ്മയും മക്കളും ഭാര്യയും എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തന്നെ ആസൂത്രണം. അത് കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. പുനലൂരിൽ നിന്ന് നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയും മകളും തിരിച്ചു വരുമ്പോ കാർ അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു. നരേന്ദ്രൻ തമ്പിയുടെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കു പറ്റി. അതൊരു അപകട മരണമല്ലായിരുന്നോ? ആണോടാ? ആക്സിഡന്റ് ആയിരുന്നോ? എനിക്കറിയത്തില്ല സാറേ. നിനക്കറിയാവോടാ? ഇല്ല സാർ. ഇവർക്കറിയാം, മറന്നുപോയതാ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വേണ്ട പോലെ ചോദ്യം ചെയ്യുമ്പോൾ നല്ല ഓർമ്മ വരും.